കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം കേൾക്കുന്ന വിശുദ്ധന്മാരായ എല്ലാവർക്കും വന്ദനം. ഇന്നത്തെ വർത്തമാനകാലത്തിൽ ഭൂമിയിൽ 4 ദിശകളിലായി ചിതറിപ്പാർക്കുന്ന സകല വിശുദ്ധന്മാരും വർഗവർണ്ണ വ്യത്യാസമില്ലാതെ, ഭാഷാവ്യത്യാസം ഇല്ലാതെ, സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ലാതെ അറിഞ്ഞിരിക്കേണ്ട ചില സത്യങ്ങളാണ് ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ ഞങ്ങൾ പ്രഘോഷിക്കുന്നത്. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി ഉൽപ്പത്തി പുസ്തകം എന്ന ജനസിസ് മുതൽ വെളിപ്പാട് പുസ്തകം എന്ന റെവലേഷൻ വരെ ആദ്യത്തെ ഓരോരോ അക്ഷരങ്ങൾ G2R എന്ന തലക്കെട്ടിൽ ഇവിടെ ചില നാളുകളായി ദൈവവചനം വിചിന്തനം ചെയ്തു വരുന്നു. അതിൽ പഴയ നിയമ ലേവ്യ പൗരോഹിത്യത്തിന് ദൈവം കൽപ്പിച്ചു കൊടുത്ത ദൃശ്യവസ്ത്രങ്ങൾ, പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 43 വരെയുള്ള സുദീർഘമായ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ തന്നെ അവിടെ മഹാപുരോഹിതൻ്റെയും പുരോഹിത ഗോത്രമാകുന്ന ലേവ്യ ഗോത്രത്തിൻ്റെയും വസ്ത്രങ്ങൾ ഏത് വിധത്തിൽ, ഏത് നിറത്തിൽ, ഏതളവിൽ, എന്തുകൊണ്ട് ഉണ്ടാക്കണം എന്നെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ ഏക മഹാപുരോഹിതനാകുന്ന യേശുക്രിസ്തുവിൻ്റെ വസ്ത്രവിധാനങ്ങളെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് ദൃശ്യമല്ല, ആത്മീയ വസ്ത്രങ്ങളാണ്. അതുപോലെ തന്നെ തൻ്റെ സഭയാകുന്ന മണവാട്ടി അഥവാ ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന വസ്ത്രവും അദൃശ്യമത്രേ. കാരണം നിഴലും ദൃശ്യവുമായ ലേവ്യ പൗരോഹിത്യം ഇന്നില്ല. പ്രത്യുത പൊരുളും അദൃശ്യവുമായ രാജകീയ പൗരോഹിത്യം പെന്തക്കോസ് ദിവസം 120 പേര് കൂടിയിരുന്ന മാളിക മുറിയിൽ സഭാസ്ഥാപനത്തോടുകൂടെ നിലവിൽ വന്നു. ഇന്നും അത് തുടരുന്നു. ഈ ദൈവസഭ, പൊരുളായ ദൈവസഭ, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതുവരെ ഇത് തുടരുകയും ചെയ്യും. തുടർന്ന് നിഴലായ മഹാപുരോഹിത ലേവ്യ പൗരോഹിത്യ വസ്ത്രത്തിലേക്ക് പോയ ശേഷം പൊരുളായ ആത്മീയ ദൈവസഭയുടെ ആത്മീയ വസ്ത്രങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്നുകൂടെ ശ്രദ്ധിക്കാം. ഇസ്രായേൽ ദേശത്തിൽ 6 സ്ഥലങ്ങളിലായി ചെതറിപ്പാർത്ത ലേവ്യ പൗരോഹിത്യവർഗ്യം, യെരുശലേമിൽ പാർത്തിരുന്ന മഹാപുരോഹിതൻ്റെ കുടുംബം, എവിടെ നിന്ന് നോക്കിയാലും അവരുടെ വസ്ത്രധാരണത്തിൽ കൂടെ ലേവിഗോത്രക്കാരനാണെന്നും പുരോഹിതനാണെന്നും തിരിച്ചറിഞ്ഞിരുന്നു. ഇന്ന് ആത്മീയ ഗോളത്തിൽ എവിടെയും പാർക്കുന്ന ദൈവമക്കൾക്കും അദൃശ്യമായ വസ്ത്രങ്ങൾ ധരിക്കേണ്ടവ എന്തെല്ലാമാണെന്ന് എഴുതിയിട്ടുണ്ട്. അതുകൂടെ ഇന്നത്തെ ഈ പഠന പരമ്പരയിൽ വിചിന്തനം ചെയ്യാം. ആ പഴയ നിയമ പൗരോഹിത്യ വസ്ത്രം ഉണ്ടാക്കേണ്ടവർ ആരാണ്? പുറപ്പാട് പുസ്തകം 28-3 ജ്ഞാനാത്മാവ് കൊണ്ട് ദൈവം നിറച്ചിരിക്കുന്ന സകല ജ്ഞാനികളും ഉണ്ടാക്കണം. കണ്ടവനും കേട്ടവനും എന്തെങ്കിലുമൊക്കെ തോന്നുന്ന വ്യക്തികൾ ഉണ്ടാക്കി കൊടുക്കുന്നതല്ല മഹാപുരോഹിതൻ്റെ വസ്ത്രം. ദൈവം ജ്ഞാനാത്മാവ് കൊണ്ട് നിറച്ചിരിക്കുന്ന സകല ജ്ഞാനികളും. ആയിരക്കണക്കിന് ജനങ്ങൾ ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിലുണ്ടായിരുന്നിട്ടും ആലയപ്പണിക്ക് വെള്ളി കൊണ്ടും
പൊന്നുകൊണ്ടും മരം കൊണ്ടും നൂലുകൊണ്ടും മറ്റുമുണ്ടാക്കുന്ന ആലയപ്പണിക്ക് വിശിഷ്ടാത്മാവിനാൽ നിറഞ്ഞിരുന്ന 2 പേരെയാണ് നിയോഗിച്ചതെങ്കിൽ പഴയ നിയമ പൗരോഹിത്യ വസ്ത്രം ഉണ്ടാക്കേണ്ടതിന് ദൈവം ജ്ഞാനം കൊണ്ട് നിറച്ചിരുന്ന ജ്ഞാനികളെ മാത്രമാണ് വേർതിരിച്ചിരുന്നത്. എന്തെല്ലാമാണ് അവരുടെ വസ്ത്രങ്ങൾ? പുറപ്പാട് പുസ്തകം 28:4 മഹാപുരോഹിതന്റെ വസ്ത്രങ്ങൾ: 1 പതക്കം, ഏഫോദ്, നീളക്കുപ്പായം, ചിത്രത്തയ്യലുള്ള നിലയങ്കി, മുടി, നടുക്കെട്ട് ഇത്യാദി വസ്ത്രങ്ങളാണ്. ഇത് ധരിക്കാതെ ഒരു മഹാപുരോഹിതൻ ഒരിക്കലും ജനസമക്ഷം വെളിപ്പെടുകയില്ല ശുശ്രൂഷകൾക്കായി. അത് വിശുദ്ധമായിരിക്കണം. അതുണ്ടാക്കേണ്ടതിന് ഉപയോഗിച്ച വസ്തുക്കൾ എന്തെല്ലാമാകുന്നുവെന്ന് നോക്കുക. പൊന്ന്, നീലനൂൽ, തൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ. പൊന്ന് ആത്മീയഗോളത്തിൽ വരുമ്പോൾ വിശ്വാസത്തെയും, നീലനൂൽ സ്വർഗീയതയെയും, ധൂമ്രനൂൽ രാജത്വത്തെയും, ചുവപ്പ് നൂൽ വീണ്ടെടുപ്പിനെയും, പിരിച്ച പഞ്ഞുനൂൽ പൊട്ടിപ്പോകാത്ത പരിശുദ്ധതയെയും കാണിക്കുന്നു. ഏഫോദിന്റെ നിർമ്മാണം പുറപ്പാട് പുസ്തകം 28 മുതൽ 30, 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിലും കാണാം. പൊന്ന്, നീലനൂൽ, തൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് നെയ്ത്തുകാരൻ്റെ മണിയായി നെടുകയും കുറുകയും നെറുന്തടി കൊണ്ടും കുറുന്തറി കൊണ്ടും ഉണ്ടാക്കണം. അതിൻ്റെ വിധിമുറ 28 വാക്യത്തിൽ വിവരിച്ചിരിക്കുന്നു. അടുത്തത് അവൻ ധരിക്കേണ്ടത് 28 15 വാക്യത്തിലാണ്. ന്യായവിധി പതക്കം, വിധിമുറ 28 16 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഇതിനോട് ചേർന്ന് ഉറീം അഥവാ വെളിപ്പാട്, തുമ്മീം അഥവാ സത്യം. മഹാപുരോഹിതന്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ അടർത്തി മാറ്റുവാൻ കഴിയാത്ത 2 ദിവ്യ സ്വഭാവങ്ങളാണ്. വെളിപ്പാട് വേണം, സത്യവും വേണം. വെളിപ്പാടോടുകൂടെ മാത്രമേ ശുശ്രൂഷയ്ക്ക് ഇറങ്ങാവൂ. അതിൽ അച്ചുതണ്ടായി നിൽക്കുന്നത് സത്യമാണ്. സ്തോത്രം. അവൻ്റെ കരപൂരണ നിയമം, അവൻ്റെ പ്രതിഷ്ഠാ നിയമം പുറപ്പാട് പുസ്തകം 29 1 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ ഏതെല്ലാം മൃഗങ്ങൾ എപ്പോഴെല്ലാം ആര് യാഗം നടത്തി ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കണം. അടുത്തതായി അവൻ്റെ പുത്രന്മാരുടെ വിശുദ്ധ വസ്ത്രം 28 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അപ്പൻ പ്രത്യേക സ്ഥാന ചിഹ്നങ്ങളോടുകൂടെ നിൽക്കുമ്പോൾ മക്കൾ വിശുദ്ധ വസ്ത്രം ധരിച്ചു നിൽക്കണം. വിശുദ്ധ വസ്ത്രം ധരിക്കാത്ത മക്കളുള്ള വ്യക്തി മഹാപുരോഹിത സ്ഥാനത്ത് തുടരുവാൻ അർഹതയില്ല എങ്കിൽ വിശുദ്ധിയോടും വേർപാടോടും അപ്പന്മാരും അമ്മമാരും പിന്തുടരുന്ന പാതയിൽ അതേ വിധിമുറയിൽ വിശുദ്ധിയിൽ നിൽക്കാത്ത മക്കളുള്ള സെൻട്രൽ പാസ്റ്റർമാരും ശുശ്രൂഷകന്മാരും കൗൺസിൽ മെമ്പർമാരും പ്രസിഡന്റന്മാരും കമ്മിറ്റി മെമ്പർമാരും ശുശ്രൂഷയിൽ തുടരരുത്. ആ അഭിഷേകം പ്രാപിച്ചവനെ കാണുമ്പോൾ 133 സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്, അവൻ്റെ അഭിഷേകതലം ഉച്ചി മുതൽ പാദം വരെ ഒഴുകണം എന്ന് പറഞ്ഞാൽ അവൻ്റെ തലച്ചോറും അവൻ്റെ കണ്ണും വായും കാതും അവൻ്റെ കഴുത്തും അവൻ്റെ ഹൃദയം അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗം മുതൽ നടപ്പ് വരെ അഭിഷേകത്തിൽ നിലനിൽക്കണം. എന്നിട്ട് പറയുന്നു, അവൻ ധൂപവർഗം എന്തെല്ലാം കൊണ്ടുണ്ടാക്കണമെന്നും എങ്ങനെ അർപ്പിക്കണമെന്നും പുറപ്പാട് പുസ്തകം 30 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ഈ വക വസ്ത്രം ധരിച്ചുകൊണ്ടാകണം അവൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കാത്തവന്റെ പ്രാർത്ഥന സ്വർഗം ദൈവം കേൾക്കയില്ല എങ്കിൽ വിശുദ്ധിയിൽ നിൽക്കാത്ത ഒരു ഉന്നതനെന്ന് ഇന്നത്തെ ലോകം അഭിമാനിക്കുന്ന ബഹുമാനം കൊടുക്കുന്ന വ്യക്തികളുടെ പ്രാർത്ഥനകൾ ദൈവം കൈക്കൊള്ളുകയില്ല.
നിഷ്കളങ്കതയിലും വിശുദ്ധിയിലും കൈകളെ കഴുകാത്തവന്റെ പ്രാർത്ഥനയും യാഗവും ദൈവം സ്വീകരിക്കുന്നതും അല്ല. മുന്നറിയിപ്പ്. പുറപ്പാട് പുസ്തകം 30 അധ്യായം 33, 38. ഈ വക പ്രമാണം അനുസരിക്കാത്തവനെ ഛേദിച്ചു കളയണം. നമുക്കിപ്പോൾ അങ്ങനെയുള്ളവരെ ഛേദിച്ചു കളയുവാൻ പ്രമാണമില്ല എങ്കിലും അങ്ങനെയുള്ളവരുടെ ശുശ്രൂഷകൾ സ്വീകരിക്കരുത്. മഹാപുരോഹിതന്റെ ദൃശ്യവസ്ത്രങ്ങൾ നാം കണ്ടുവെങ്കിൽ നമുക്കും ഒരു മഹാപുരോഹിതനുണ്ട്. ആ മഹാപുരോഹിതൻ ധരിച്ച വസ്ത്രം ദൃശ്യവസ്ത്രമല്ല, അദൃശ്യ വസ്ത്രങ്ങൾ ആയിരുന്നു. അവന്റെ രൂപം വെളിപ്പാട് പുസ്തകം 1 അധ്യായത്തിൽ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ കണ്ടത് വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. പഴയ നിയമത്തിൽ മഹാപുരോഹിതന്മാരായവർ അഭിഷേകം പ്രാപിച്ചതു മുതൽ മരണം വരെ അനേകർ ആയിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഏകമഹാപുരോഹിതനേ ഉള്ളൂ. ആ ഏകമഹാപുരോഹിതൻ ഇന്ന് സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തുണ്ട്. അതിനു പകരം ഇന്നത്തെ ആത്മീയ കോളത്തിൽ കറുത്തും വെളുത്തും ചുവപ്പും ധൂമ്രവസ്ത്രവും അംശവടിയും തലയിൽ തൊപ്പിയും ഒക്കെ വെച്ചുകൊണ്ട് നടക്കുന്ന സ്വയംകൃത സമൂഹ നിർമ്മിത മഹാപുരോഹിതന്മാർ ദൈവവചനത്തിലുള്ളവർ അല്ല. കാരണം ദൃശ്യമായ മഹാപുരോഹിത വസ്ത്രം ധരിച്ച വ്യക്തികളുടെ കാലം കഴിഞ്ഞുപോയി എന്ന് ആരംഭത്തിൽ തന്നെ നാം കണ്ടു. നിഴലും ദൃശ്യവുമായ ലേവ്യ പൗരോഹിത്യം ഇന്നില്ല. പ്രത്യുത പൊരുളും അദൃശ്യവുമായ രാജകീയ പൗരോഹിത്യം മാത്രമാണ് നിലനിൽക്കുന്നത്. അത് പെന്തക്കോസ്ത് ദിവസം സ്ഥാപിതമായി ദൈവസഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നിടം വരെ ഇവിടെ തുടരുകയും ചെയ്യും. നമ്മുടെ മഹാപുരോഹിതൻ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം വന്നവനാണ്. ഉൽപ്പത്തി പുസ്തകം 14:18 മൽക്കീസദേക്കിന്റെ പൗരോഹിത്യ ശുശ്രൂഷയെ കാണുന്നത്. ഒരേ ഒരുവൻ നിറവേറലായി എബ്രായർക്ക് എഴുതിയ 7 അധ്യായം 1 വാക്യം മുതലും കാണുന്നുണ്ട്. 7 അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ ഒരേ ഒരുവൻ മാത്രമാണ് നമ്മുടെ മഹാപുരോഹിതൻ. അവൻ ഇന്നലെയും ഇന്നും എന്നും അനന്യനാകയാൽ വേറെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് മഹാപുരോഹിതനും ആത്മീയ ഗോളത്തിൽ ഇല്ല. പ്രസിഡന്റന്മാരായി വരുന്നവർ പലരാണ്, മരണത്തോടുകൂടെ മാറ്റപ്പെടും. എന്നാൽ ദൈവസഭയ്ക്ക് ഒരു പ്രസിഡന്റേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. എബ്രായർക്ക് എഴുതിയ 9 അധ്യായത്തിന്റെ 11 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തു വാസ്തവത്തിന്റെ പ്രതിബിംബം, വാസ്തവത്തിന്റെ സത്യത്തിന്റെ പ്രതിബിംബം. ഇതല്ലാതെ ആരെങ്കിലും എഴുന്നേറ്റ് വന്നാൽ മിഥ്യയുടെ പ്രതിബിംബമാകുന്നുവെന്നും മറന്നു പോകരുത്. മഹാപുരോഹിതൻ മാത്രമല്ല, അവന്റെ പുത്രന്മാർക്കും വസ്ത്രങ്ങൾ അനുവദിച്ചു കൊടുത്തുവെങ്കിൽ ഏക മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ച് സ്ഥാപിതമായ പത്രോസിന്റെ 4:2 വാക്യം രാജകീയ പൗരോഹിത്യത്തിന്റെ അദൃശ്യ വസ്ത്രങ്ങൾ എന്തെല്ലാം ആണെന്ന് ഒന്ന് ശ്രദ്ധിച്ചിട്ട് അത് നമുക്കുണ്ടോ ഇല്ലയോ, ഇല്ലെങ്കിൽ അത് പ്രാപിക്കുക, ഉണ്ടെങ്കിൽ അതിനെ ജ്വലിപ്പിക്കുക, സത്യത്തിൽ നിലനിൽക്കുക. 1 യെശയ്യാ പ്രവചനം 61:10. അതിന് മൊത്തം കൊടുത്തിരിക്കുന്ന പേര് രക്ഷാവസ്ത്രം. വസ്ത്രം ധരിച്ച ശേഷം പുറത്ത് നീതി എന്ന അങ്കിയും ഇടേണം. ഇതിനോട് ചേർന്നുള്ള ഇതര വസ്ത്രങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ആർക്കെങ്കിലും ഇല്ലെങ്കിൽ അത് പ്രാപിക്കണം. ഇല്ലാതെ നടക്കുന്നുവെങ്കിൽ അവൻ കള്ളനാണ്, അവൻ കവർച്ചക്കാരൻ്റെ കൂട്ടാളിയാണ്. യൂദയുടെ ലേഖനത്തിൽ അവരെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് അവർക്ക് അയ്യോ കഷ്ടം, അവർ കയ്യിൻ്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിൻ്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, നിങ്ങളോടുകൂടെ വിരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റുകൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ,
ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടുരുചത്ത വേരുപോയ വൃക്ഷങ്ങൾ, തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽ തിരകൾ. ഒരുപാട് കാലം ഇത് തുടരും എന്ന് ചിന്തിക്കരുത്. സദാകാലത്തേക്കും അന്ധതമസ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രതഗതിയുള്ള നക്ഷത്രങ്ങൾ ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ആദ്യ പ്രവാചകൻ തന്നെ ഇവരെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. വരുവാൻ പോകുന്ന ദോഷങ്ങൾ എത്ര വലുതാണ്. ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ നാടോടികളായി നടക്കുന്ന കള്ളപ്രവാചകന്മാർ, കള്ള ശുശ്രൂഷകന്മാർ, കള്ള അപ്പസ്തലന്മാർ ഒക്കെ ഇത് ഒരു പാഠമായിരിക്കട്ടെ. നമുക്ക് വേണ്ടതായ അടുത്ത ആത്മീയ വസ്ത്രങ്ങൾ. റോമർക്കെഴുതിയ ലേഖനം 13:12 വെളിച്ചത്തിൻ്റെ ആയുധവർഗം. 13-ാം അധ്യായം 14-ാമത്തെ വാക്യം യേശു ക്രിസ്തുവിനെ തന്നെ ധരിക്കണം. ഗലാത്യർക്കെഴുതിയ ലേഖനം 3:27 ക്രിസ്തുവിനെ തന്നെ ധരിക്കണം. എഫെസർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ അവർ പുതുമനുഷ്യനെ ധരിച്ചുകൊണ്ടേയിരിക്കണം. ഒരിക്കൽ രക്ഷിക്കപ്പെട്ട ദിവസം പുതുമനുഷ്യനായി തീർന്നാൽ പോരാ. നാൾക്ക് നാൾ ഓരോ നിമിഷവും പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യനെ ധരിക്കണം. 4-ാം അധ്യായം 25-ാമത്തെ വാക്യം സത്യം ധരിക്കണം. അവൻ്റെ വായിൽ ഫോഷ്കുണ്ടാകരുത്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം വായിച്ചു കൊണ്ടാൽ മതി. കുഞ്ഞാടിനോടുകൂടെ സിയോൻ മലയിൽ നിൽക്കുന്ന വിശുദ്ധന്മാരുടെ വായിൽ ഭോഷ്കില്ലായിരുന്നു. കള്ളം പറഞ്ഞ് പണം സമ്പാദിക്കുകയും സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കുകയും പാനൽ രൂപീകരിച്ച് മറ്റു വ്യക്തികളെ താറടിക്കുകയും ചെയ്യുന്ന കള്ള അപ്പസ്തലന്മാർ ഇന്നത്തെ ആത്മീയ ഗോളത്തിലില്ലേ? എഫെസർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 11 മുതൽ 18 വരെ 6 കൂട്ടം വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് എഴുതിയിരിക്കുന്നു. 1 അരയ്ക്ക് സത്യം, നീതി എന്ന കവചം, സമാധാനം ചെരുപ്പായിടുക, വിശ്വാസം പരിചയായി പിടിക്കുക, രക്ഷ എന്ന ശിരസ്ത്രം തലയിലിടുക. ചിന്ത മുഴുവൻ രക്ഷയെക്കുറിച്ചായിരിക്കണം, അല്ലാതെ ധനസമ്പാദനം ആകരുത്. ദൈവവചനം എന്ന വാൾ പിടിക്കണം. 6 7-ാമത് പ്രാർത്ഥനയിൽ ജാഗരിച്ചിരിക്കണം. ഹൃദയത്തിൽ അകൃത്യം കരുതിയാൽ ദൈവം പ്രാർത്ഥന കേൾക്കയില്ല. അടുത്തത് തീർന്നില്ല. കൊലോസ്യർക്കെഴുതിയ ലേഖനത്തിൽ പുതിയ മനുഷ്യനെ ധരിക്കണം. 2:10 3-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ സൃഷ്ടിച്ചവന്റെ പ്രതിമ ധരിക്കണം. പുറത്തു മുഴുവൻ സൃഷ്ടിച്ചവന്റെ പ്രതിമയായിരിക്കണം, അകത്ത് സത്യം മാത്രം ആയിരിക്കണം. 3-ാം അധ്യായം 12-ാമത്തെ വാക്യം മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമയുണ്ടാകണം. 3:14 സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം, അഗാപ്പേ, ദൈവസ്നേഹം ധരിക്കണം. യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞത് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ടല്ലോ 13-ാം അധ്യായത്തിൽ. തെസ്സലോനിക്കരുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം സ്നേഹം കവചമായും ശിരസ്ത്രം രക്ഷയുടെ പ്രത്യാശ എന്നിവ ധരിക്കണം. എബ്രായർ 8:10 ഹൃദയത്തിൽ ന്യായപ്രമാണം എഴുതണം. 10-ാം അധ്യായത്തിൻ്റെ 16 8 മുതൽ 12 വരെയുമുള്ള വാക്യങ്ങൾ യിരെമ്യാ പ്രവചനം 31-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിൻ്റെ തെളിവുകൾ ആണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ ഭാഗം നിർത്തുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ അടുത്തത് എന്താണ് ധരിക്കേണ്ടത് എന്ന് എഴുതിയിട്ടുള്ളതിൻ്റെ തുടർഭാഗം ചിന്തിക്കാം. ദൈവമേ, ഈ ദൈവവചനം കേൾക്കുന്ന രാജകീയ പൗരോഹിത്യവർഗത്തെ മുഴുവൻ അനുഗ്രഹിക്കുകയും വചനാടിസ്ഥാനത്തിൽ ജീവിപ്പാൻ കൃപ തരികയും ചെയ്യണം. യേശു ക്രിസ്തുവിൻ നിസ്തുല്യനാമത്തിൽ ഏവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ.